നമ്മൾ കഴിഞ്ഞ ദിവസം അഡ്വാൻസ്ഡ് ലെവൽ ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ് എന്താണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയോ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നും എന്തൊക്കെയോ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ്ഡ് ലെവൽ ക്ലാസ്സിലോട്ട് നിങ്ങൾ പോയി നോക്കണം, അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങളത് പഠിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ പറയാം. നിങ്ങൾ പെട്ടെന്ന് തന്നെ അതൊന്ന് ഇംഗ്ലീഷിലാക്കിക്കോളും. വീട്ടിലെത്തുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. I'll call you when I reach home. I'll call you when I reach home. ആ റെഡ് കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന പെൺകുട്ടി എൻ്റെ സഹോദരിയാണ്. ആ റെഡ് കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന ആളില്ലേ, അത് എൻ്റെ സഹോദരിയാണ്. എങ്ങനെ പറയാ? ഷീ ഈസ് മൈ സിസ്റ്റർ ഹു ഈസ് വെയറിങ് റെഡ്. ഷീ ഈസ് മൈ സിസ്റ്റർ ഹു ഈസ് വെയറിങ് റെഡ്. ഇനി നമ്മൾ ഇതേപോലെ കോംപ്ലക്സ് സെന്റൻസുകൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയും, എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട്, എന്നാലും ഞാനിപ്പോൾ കഴിക്കുന്നില്ല. Although I feel hungry, I don't eat food. Although I feel hungry, I don't eat food. നീ നന്നായിട്ട് പഠിച്ചാൽ നീ ജയിക്കും, സംശയമൊന്നുമില്ല. നീ നന്നായിട്ട് പഠിച്ചാൽ നീ ജയിക്കും. If you hard study, you will pass the exam. പരീക്ഷയ്ക്ക് നീ പാസ്സാകും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് കോംപ്ലക്സ് സെന്റൻസുകളാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നാമെങ്കിലും ചില മാറ്റങ്ങൾ നമ്മൾ സിമ്പിൾ സെന്റൻസുകളിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കോംപ്ലക്സ് സെന്റൻസുകൾ എന്താണ്, എങ്ങനെയാണ് അതിൽ സ്ട്രക്ചർ, എന്താണ് അതിൻ്റെ കണക്ട് ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകൾ നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. താങ്ക് യു.